വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. സോ ടുഡേ നമുക്ക് ഇന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ബീഫ് റോസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ബീഫ്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ ചെറുതായി അരിഞ്ഞത്, പിന്നെ ബീഫ് റോസ്റ്റ് മസാല, പിന്നെ കറിവേപ്പില, അതുകൂടാതെ തേങ്ങാക്കൊത്ത്. ബീഫ് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയും ആഡ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ബീഫ് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് പേരും മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു 10 വിസിൽ വരെ നമുക്കതൊന്ന് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് ഒരു കളറൊക്കെ മാറി അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സോ അതിൻ്റെ ഒരു മണം മാറുമ്പോഴത്തേനും നമുക്ക് കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ ഉള്ളി, ഓണിയൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയുള്ളി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റി. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് വെന്തോന്നും കൂടെ നോക്കണം. സോ ബീഫ് നല്ല വെന്തിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ആഡ് ചെയ്യാം. മസാലപ്പൊടി ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത മസാലയാണ്. മീറ്റ് മസാല, കൊറിയാൻഡർ പൗഡർ, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ടേമറിക് പൗഡർ ഇത്രയാണ് ആഡ് ചെയ്തത്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട്. സോ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ കുറച്ചൊന്നത് വെള്ളം വറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല കുറച്ച് ആഡ് ചെയ്താൽ മതി, ഒരു മണത്തിനും ഒരു ഫ്ലേവറിനും വേണ്ടി മാത്രം. സോ അത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി. സോ നമ്മൾ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.